ഇപ്പോൾ തൊലി കളഞ്ഞ് നീളത്തിലരിഞ്ഞ ഈന്തപ്പഴം 1 കപ്പ് എടുക്കണം. പിന്നെ 5 വെളുത്തുള്ളി, 1 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കടുക് പുളർന്നത്, പിന്നെ കുറച്ച് ശർക്കര, ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് ഈ വെളുത്തുള്ളിയും മുളക് പൊടിയും കടുകും കൂടെ ഒന്ന് അരച്ചുകൊണ്ട് വരാം. ഒന്ന് മയത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ മുളക് നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു മയത്തിൽ ഇതുപോലെ അരച്ചെടുക്കാൻ പറ്റും. വെളുത്തുള്ളിയും കടുകും കൂടെ അരച്ചെടുത്തിരിക്കുകയാണ്. ഇതിനി കുറച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്തേക്ക് വെച്ച് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന മസാല അതിലേക്കിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അരപ്പ് ചവിട്ടി പിടിക്കാതിരിക്കാൻ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ അരപ്പിൻ്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ഈ ഈന്തപ്പഴം ഇതിലേക്കിട്ട് വഴറ്റാം. ഇങ്ങനെ വഴണ്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ശർക്കരയും 1 ടീസ്പൂൺ മതി ചേർത്തതിന് ശേഷം 1/2 കപ്പ് വിനാഗിരി ഒഴിച്ച് ഇളക്കണം. ഇതുപോലെ കുറുകി വരുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. നല്ല ടേസ്റ്റി ആയൊരു സാധനമാണ് ഈ ഈന്തപ്പഴ അച്ചാർ എന്ന് പറഞ്ഞാൽ. ഭയങ്കര ടേസ്റ്റാണ്. നേരത്തെ കുട്ടികൾക്ക് ചോറ് കൊടുക്കാനായാലും വയസ്സായ അമ്മമാർക്ക്, അസുഖക്കാർക്കൊക്കെ ഏതാഹാരം കഴിക്കാനായാലും ഈ അച്ചാർ നല്ലതാണ്. നമ്മൾ ഉപ്പൊക്കെ നോക്കാൻ നിന്നാൽ പിന്നെ കുപ്പിയിലാക്കാൻ ഒന്നും കാണൂല. ഇത് തണുത്തതിന് ശേഷം കുപ്പിയിലാക്കി വെക്കണം. ഭയങ്കര ടേസ്റ്റാണ്. ഇത്രയും ടേസ്റ്റ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും.